നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഷേക്ക് സ്വാഗതം. നവകേരള നിർമ്മിതിക്ക് വഴികാട്ടിയായി 5ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന് തുടക്കം. ദ കേരള സ്റ്റോറി. വയനാട് ടൗൺഷിപ്പിന് കണ്ണൂരിൽ നിന്നും പെൻഷൻ കാശിൽ നിന്നും 20 ലക്ഷം. തലശ്ശേരി കലാപകാലത്ത് സംരക്ഷണം മുഖ്യമന്ത്രിക്ക് സ്നേഹോപകാരമായി പള്ളി കമ്മിറ്റി. സംസ്ഥാനത്ത് ആദ്യം വരുന്നു മൈലാട്ടിയിൽ ബാറ്ററി ഊർജ സംഭരണ സംവിധാനം. കള്ളവാർത്ത കൊടുത്ത റിപ്പോർട്ടർക്ക് കൊണ്ട് സത്യം പറയിപ്പിച്ച് ആരോഗ്യമന്ത്രി. കൂവിയത് മന്ത്രിക്കെതിരെയല്ല. സംസ്ഥാന റവന്യൂ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കളക്ടറേറ്റ് തിരുവനന്തപുരം. ഹാപ്പിനെസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തളിപ്പറമ്പിൽ തുടക്കം. അതിന്റെ ഭാവി വികസനത്തിന് പുത്തൻ ദിശാബോധം നൽകുന്ന 5ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന് തലസ്ഥാനത്ത് തുടക്കം. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പഠന കോൺഗ്രസ് AKG ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, എഴുത്തുകാരി KR മീര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിലായി 46 ചർച്ചാ സമ്മേളനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. AKG പഠന ഗവേഷണ കേന്ദ്രം, ഹസൻ മരക്കാർ ഹാൾ, യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിലെ 18 വേദികളിലായി ഏകദേശം 3000 പ്രതിനിധികൾ ഈ സംവാദങ്ങളുടെ ഭാഗമായി. കേരളത്തിന്റെ വികസനാനുഭവത്തെ, അന്താരാഷ്ട്ര പ്രാധാന്യം, മതേതരവും പുരോഗമനാത്മകവുമായ സംസ്കാരം, കേരളത്തിന് ഒരു ശാസ്ത്ര സാങ്കേതിക നയം, 16ാം ധനകാര്യ കമ്മീഷന്റെ അവാർഡ് എന്നീ വിഷയങ്ങളിൽ സിംപോസിയം നടന്നു. കേന്ദ്ര സർക്കാർ കേരളത്തോട് പുലർത്തുന്ന രാഷ്ട്രീയ വിവേചനവും സാമ്പത്തിക ഉപരോധങ്ങളും ചർച്ചകളിൽ പ്രധാന വിഷയമാവും. പ്രതിസന്ധികളെ മറികടന്ന് മുന്നേറാനുള്ള ബദൽ വികസന നയരൂപീകരണത്തിനാണ് സമ്മേളനം ഊന്നൽ നൽകുന്നത്. ഞായറാഴ്ച പകൽ 2-ന് AKG ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യും. ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തുടക്കം. തളിപ്പറമ്പ് ആലിംഗൽ പാരഡൈസ് ക്ലാസിക് ക്രൗൺ തിയേറ്ററുകളിലായി ഇനി 3 നാൾ ലോക സിനിമകൾ കാഴ്ചയുടെ വസന്തമൊരുക്കുന്നു. മലയാള ചിത്രമായ ചാവു കല്യാണം, ഫ്രഞ്ച് ചിത്രമായ തിംബക്തു, ടർക്കിഷ് ചിത്രം ദ തിങ്സ് യു കിൽ എന്നിവയായിരുന്നു ഓപ്പണിംഗ് ചിത്രങ്ങൾ. ആലിംഗൽ പാരഡൈസ് തിയേറ്ററിൽ മോഹം, ഒരു അപസർപ്പക കഥ, സോങ്സ് ഓഫ് ഫോർട്ട്കോട്ട് ട്രീസ് എന്നിവയാണ് പ്രദർശിപ്പിച്ചത്. ക്ലാസിക് തിയേറ്ററിൽ ബിഫോർ ദ ബോഡി, ദ ഏഷ്യൽ ഫീൽഡ് എന്നിവയും, ക്രൗൺ തിയേറ്ററിൽ ബീഫ്, ഹെർത്ത് ആൻഡ് ഹോം, റിവർ സ്റ്റോർ എന്നിവയും പ്രദർശിപ്പിച്ചു. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് ആണ് മേളയുടെ ഉദ്ഘാടന ചിത്രം. ഞായറാഴ്ച മലയാള സിനിമാ വിഭാഗത്തിൽ റിനോഷ് കെയുടെ ശവപ്പെട്ടി, ജിയോ ബേബിയുടെ എബ്ബ്, നിബിൻ നാരായണന്റെ കാത്തിരിപ്പ്, ആദിത്യ ബേബിയുടെ അംബ്രോസിയ എന്നിവയാണ് ആലിംഗൽ പാരഡൈസ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക. ലവ് ദാറ്റ് റിമെയിൻസ് ഇഫ് ഓൺ എ വിൻഡ്സ് നൈറ്റ്, പപ്പ ബുക്ക, പലസ്തീൻ 36, ഷാഡോ ബോക്സ്, ദ ബ്രോക്കേവ് ഓഫ് പ്രൈമൽ ലവ് തിയേറ്റർ, ദ ക്രോണോളജി ഓഫ് വാട്ടർ എന്നീ സിനിമകൾ ക്ലാസിക് ക്രൗൺ തിയേറ്ററുകളിലായി പ്രദർശിപ്പിക്കും. ഫെബ്രുവരി 22 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് വിദ്വേഷം റീലോഡഡ് ചെയ്യുന്ന കേരള സ്റ്റോറികൾ എന്ന ഓപ്പൺ ഫോറം നടക്കും. ക്രൗൺ ക്ലാസിക് തിയേറ്റർ പരിസരത്ത് നടക്കുന്ന ഓപ്പൺ ഫോറത്തിൽ സംവിധായകൻ ജിയോ ബേബി, തിരക്കഥാകൃത്തും എഴുത്തുകാരിയുമായ രേഖ രാജ്, ചലച്ചിത്ര നടൻ തുടങ്ങിയവർ പങ്കെടുക്കും. ചലച്ചിത്ര നിരൂപകൻ, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സാംസ്കാരിക വകുപ്പും സംയുക്തമായിട്ടാണ് ഹാപ്പിനെസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ചലച്ചിത്രമേളയിൽ 500 ഡെലിഗേറ്റ്സ് ആണ് പങ്കെടുക്കുന്നത്. വ്യാജവാർത്ത നൽകിയ മാധ്യമപ്രവർത്തകനോട് സ്പോട്ടിൽ സത്യാവസ്ഥ പറയിപ്പിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആറന്മുള മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ വേദിയിലായിരുന്നു സംഭവം. യോഗത്തിൽ മന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റിപ്പോർട്ടർ TV നൽകിയ വാർത്ത ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർ എന്നായിരുന്നു. എന്നാൽ ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ വാർത്തയായിരുന്നു. പത്തനംതിട്ട YMCA ഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭാ കൗൺസിലറും DCCC വൈസ് പ്രസിഡന്റുമായ A സുരേഷ് കുമാർ പങ്കെടുക്കാനെത്തിയിരുന്നു. മന്ത്രി സംസാരിച്ചു തുടങ്ങവേ നാടകീയമായ താൻ യോഗം ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് സുരേഷ് കുമാർ ഇറങ്ങിപ്പോയി. ക്ഷണിച്ചത് പ്രകാരം യോഗത്തിൽ വന്നിട്ട് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് വിചിത്രമായി ഇറങ്ങിപ്പോയപ്പോൾ സദസ്സിലുണ്ടായിരുന്നവർ സുരേഷ് കുമാറിനെ കൂവി വിളിച്ചു. കോൺഗ്രസ് കൗൺസിലർക്കെതിരെ ഉണ്ടായ കൂവലാണ് മന്ത്രിക്കെതിരെ എന്ന് പറഞ്ഞ് റിപ്പോർട്ടിൽ TV പ്രവർത്തകർ നൽകിയത്. വ്യാജവാർത്ത ശ്രദ്ധയിൽപ്പെട്ട മന്ത്രിയുടെ സ്റ്റാഫിലുള്ളവർ വീണ ജോർജിനെ വിവരം അറിയിച്ചു. ഉടനെ തന്നെ അതേ വേദിയിൽ വെച്ച് റിപ്പോർട്ടർ TVയുടെ പത്തനംതിട്ട റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമനെ മന്ത്രി വിളിച്ചു. റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്ത വ്യാജവാർത്ത ഫോണിൽ പ്രവീണിനെ കാണിച്ചുകൊണ്ട് ഇതാണോ ഇവിടെ സംഭവിച്ചതെന്ന് മന്ത്രി ചോദിച്ചു. അല്ല എന്നായിരുന്നു പ്രവീണിന്റെ മറുപടി. അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നും പ്രവീൺ പറഞ്ഞു. തുടർന്ന് മന്ത്രി യോഗസ്ഥലത്തുണ്ടായിരുന്ന മൈക്ക് പ്രവീണിന് നൽകിക്കൊണ്ട് സത്യാവസ്ഥ എന്താണെന്ന് പറയാൻ ആവശ്യപ്പെട്ടു. UDF കൗൺസിലർമാർ ബഹിഷ്കരിച്ചിറങ്ങിപ്പോയപ്പോൾ CPM DYFI പ്രവർത്തകർ അവരെ കൂവി വിളിക്കുകയായിരുന്നു എന്ന് പ്രവീൺ മൈക്കിലൂടെ പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും വാർത്തകൾ വളച്ചൊടിക്കരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു.
അതിവേഗം പുനരധിവാസം സാധ്യമാക്കിയ LDF സർക്കാരിലുള്ള വിശ്വാസമാണ് എന്നെ ഈ വേദിയിലെത്തിച്ചത്. മുണ്ടക്കൈ സകലതും നഷ്ടപ്പെട്ട മനുഷ്യർക്കായി ഉയർന്ന വീടുകളിൽ ഒന്ന് പണിയാനുള്ള 20 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് കൈമാറവേ ഉയർന്ന നിലയ്ക്കാത്ത കൈയടിക്കിടയിൽ നിറച്ചിരിയോടെ റിട്ടയർഡ് പ്രൊഫസർ പി. കരുണാകരൻ പറഞ്ഞു. വേങ്ങാട് മുഖ്യമന്ത്രിയുടെ വികസന സംവാദ സദസ്സിലെത്തിയാണ് കരുണാകരൻ ഭാര്യ ഗീതയും തുക കൈമാറിയത്. സർക്കാർ നടപ്പാക്കിയ അതിശയമായ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊരു നന്മയ്ക്ക് കരുണാകരനെ പ്രേരിപ്പിച്ചത്. മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഒരു വീട് പണിയാൻ ഈ തുക വിനിയോഗിക്കണമെന്നാണ് ആഗ്രഹമെന്ന് അഴീക്കോട് തെക്കുംഭാഗം പി. കരുണാകരനും അധ്യാപികയായ ഗീതയും പറഞ്ഞു. ദുരന്തബാധിതർക്ക് എന്ത് ചെയ്യാമെന്ന ആലോചനയിലാണ് മുഖ്യമന്ത്രി തുക കൈമാറാനുള്ള തീരുമാനത്തിലെത്തിയത്. ആഗ്രഹം നാട്ടുകാരനായ മുൻ MLA പ്രകാശിനെ അറിയിച്ചു. തുടർന്നാണ് വേങ്ങാട് നടന്ന വികസന സംവാദ സംഗമം വേദിയിലെത്തി മുഖ്യമന്ത്രി കണ്ട് തുക കൈമാറിയത്. ഗീതയുടെ അച്ഛൻ അഴീക്കോട് തെക്കുംഭാഗത്തെ കുന്ദൻ രാഘവന്റെയും അമ്മ ബേക്കലിലെ KV കാർത്യാനിയുടെയും കരുണാകരന്റെ സഹോദരൻ പൊട്ടൻറെവിട ഏട്ടൻ നാണുവിന്റെയും സ്മരണാർത്ഥമാണ് തുക നൽകിയത്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്ന് നാട് സാക്ഷ്യപ്പെടുത്തുന്നു. സംസ്ഥാനത്തെ ആദ്യ ബാറ്ററി ഊർജ്ജ സംരക്ഷണ സംവിധാനത്തിന്റെ നിർമ്മാണം 28-ന് മൈലാട്ടിയിൽ തുടങ്ങും. KSEBയുടെ 220 kV മൈലാട്ടി സബ്സ്റ്റേഷൻ കോമ്പൗണ്ടിലാണ് 125 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി ഊർജ്ജ സംരക്ഷണ സംവിധാനം സ്ഥാപിക്കുക. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം ഏറ്റവും കൂടിയ സമയങ്ങളിലെ ആവശ്യകത കാര്യക്ഷമമായി നേരിടുന്നതിന് ഈ സംവിധാനം സഹായകമാകും. 125 മെഗാവാട്ട് ശേഷിയുള്ള പദ്ധതിയിലൂടെ ദിവസേന പരമാവധി 5 ലക്ഷം യൂണിറ്റ് വൈദ്യുതി വരെ ഉപഭോഗം ഏറ്റവും കൂടിയ സമയങ്ങളിൽ ഗ്രിഡിലേക്ക് നൽകാനാകും. പദ്ധതി ഒക്ടോബറോടെ നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. JSW കമ്പനിയാണ് ഇതിന്റെ കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തുന്നത്. സൗരോർജ്ജ മേഖലയിൽ വളർച്ചയിലേക്ക് മുന്നേറുന്ന ജില്ലയ്ക്ക് ഈ ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനം വലിയ ശക്തിയാവും. കേരളത്തിന്റെ സൗരോർജ്ജ ഹബ്ബായി ഉയരുന്ന ജില്ലയുടെ ഊർജ്ജ സൗകര്യ വികസനത്തിന് പദ്ധതി പ്രധാന സംഭാവനമായിരിക്കും. പദ്ധതിക്ക് 28-ന് പകൽ 3-ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി കല്ലിടും. സംഘാടക സമിതി രൂപീകരണ യോഗം ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേരിയിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട നാളുകളിൽ രക്ഷകനായി നിലകൊണ്ട പിണറായി വിജയന് ഓർമ്മകളുടെ ഒളിമിന്നുന്ന സ്നേഹോപകാരമായി പാറപ്പുറം ജുമാഅത്ത് പള്ളി കമ്മിറ്റി. നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള പള്ളിയുടെ ഭാരവാഹികളാണ് പാറപ്പുറത്ത് നടന്ന പുരുഷ വികസന സംവാദ സംഗമ വേദിയിൽ മുഖ്യമന്ത്രിക്ക് ഉപഹാരമായി എത്തിയത്. പള്ളിയുടെ ഫോട്ടോയ്ക്കൊപ്പം തലശ്ശേരി കലാപകാലത്ത് സമാധാനത്തിന്റെ സ്നേഹസ്പർശമായി ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്ന പ്രിയ നേതാവിന് സ്നേഹാദരമെന്ന് രേഖപ്പെടുത്തിയ ഉപഹാരം പള്ളി കമ്മിറ്റി പ്രസിഡന്റ് അസ്സു ഹാജി, സെക്രട്ടറി M. റൌഫ്, വൈസ് പ്രസിഡന്റ് C. ഖാദർകുട്ടി എന്നിവർ ചേർന്നാണ് സമ്മാനിച്ചത്. 55 വർഷം മുൻപ് 1971-ലായിരുന്നു തലശ്ശേരി കലാപം. പള്ളികൾക്കു നേരെ സംഘപരിവാർ വ്യാപകമായി അക്രമം അയച്ചുവിട്ടപ്പോൾ രാത്രി ഉറക്കമൊഴിച്ച് കാവലിരുന്ന കാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർത്തു. ജീവൻ നൽകിയും മതസൗഹാർദ്ദം നിലനിർത്താൻ മുന്നിട്ടിറങ്ങിയുമെന്നാണ് CPM വളണ്ടിയർമാരോട് അന്ന് ആഹ്വാനം ചെയ്തത്. മെരുവൻപൈ പള്ളി തകർക്കാൻ ലക്ഷ്യമുണ്ടെന്നറിഞ്ഞ് UK കുഞ്ഞിരാമന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പള്ളിക്ക് കാവലിരുന്നത്. പള്ളി പൊളിക്കാനെത്തിയ RSSുകാർ ഇതോടെ മടങ്ങി. ഇതിന്റെ വൈരാഗ്യത്തിലാണ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ പതിയിരുന്ന UK കുഞ്ഞിരാമനെ കൊലപ്പെടുത്തിയത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാതിരുന്നത് LDF സർക്കാരിന്റെ മികവാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ തന്നെ കരുത്തുറ്റ വർഗീയ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വർഗീയതയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇടതുപക്ഷത്തിൻ്റെത്. ഏതെങ്കിലും പ്രദേശത്ത് വർഗീയ ശക്തികൾ തലപൊക്കിയ കർശനമായി ഇടപെടും. അതിനാലാണ് കേരള വർഗീയ കലാപമില്ലാത്ത നാടായി മാറിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന റവന്യൂ അവാർഡുകൾ മന്ത്രി K. രാജൻ പ്രഖ്യാപിച്ചു. തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് മികച്ച ജില്ലാ കളക്ടർ. മികച്ച കളക്ടറേറ്റായി തിരുവനന്തപുരം തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സബ് കളക്ടർ OV ആൽഫ്രഡ് തിരുവനന്തപുരം, മികച്ച RDO G. സുരേഷ് ബാബു പുനലൂർ, മികച്ച RDO ഓഫീസ് തൃശൂർ, മികച്ച ഡെപ്യൂട്ടി കളക്ടർ ജനറൽ K. സുനിൽകുമാർ പാലക്കാട്, മികച്ച ഡെപ്യൂട്ടി കളക്ടർ PA വിഭൂഷൺ തൃശൂർ, മികച്ച ഡെപ്യൂട്ടി കളക്ടർ DM C. പ്രേംജി ആലപ്പുഴ, മികച്ച ഡെപ്യൂട്ടി കളക്ടർ LAR സുധീഷ് ആലപ്പുഴ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. മികച്ച പ്രിൻസിപ്പൽ തഹസിൽദാർമാരായി A. വേണുഗോപാൽ പെരിന്തൽമണ്ണ മലപ്പുറം, D. വിനോദ് കണിയൂർ എറണാകുളം, NN മുഹമ്മദ് റാഫി പാലക്കാട് എന്നിവരെ മികച്ച താലൂക്ക് ഓഫീസായി തൃശൂരിനെയും തെരഞ്ഞെടുത്തു. മികച്ച തഹസിൽദാർ LR C. ശ്രീകുമാർ കോഴിക്കോട്, V. ജയേഷ് ആലുവ എറണാകുളം, മികച്ച സ്പെഷ്യൽ തഹസിൽദാർ LT A. അബ്ദുൽ ലത്തീഫ് പാലക്കാട്, മികച്ച സ്പെഷ്യൽ തഹസിൽദാർ LAT G. ബിന്ദു തൃശൂർ, M. ലിജി കോഴിക്കോട്, മികച്ച സ്പെഷ്യൽ തഹസിൽദാർ LANH ബിന്ദു കൊയിലാണ്ടി കോഴിക്കോട്, മികച്ച പട്ടയം നോഡൽ ഓഫീസർ അതുൽ എസ്നാദ് ഇടുക്കി എന്നിവരെയും തെരഞ്ഞെടുത്തു. ജില്ലയിൽ തെരഞ്ഞെടുത്ത മികച്ച വില്ലേജ് ഓഫീസുകൾ ചെമ്പുരുത്തി, തിരുവനന്തപുരം, മീനാട്, കൊല്ലം.
പെരിങ്ങനാട്, പത്തനംതിട്ട, നെടുമുടി, ആലപ്പുഴ, കൂരോപ്പട, കോട്ടയം, കട്ടപ്പന, ഇടുക്കി, കോട്ടനാട്, എറണാകുളം, അയ്യന്തോൾ, തൃശൂർ, വടക്കാഞ്ചേരി, പാലക്കാട്, അരമലമ്പം, മലപ്പുറം, ഉണ്ണിക്കുളം, കോഴിക്കോട്, കുപ്പാടി, വയനാട്, കുറുമാത്തൂർ, കണ്ണൂർ, നോർത്ത് തൃക്കരിപ്പൂർ, കാസർഗോഡ്. CR അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാം. വോട്ടർ പട്ടിക ദ്രുവ പരിശോധനയുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു. അന്തിമ പട്ടികയിൽ 2.69 കോടി പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. വെബ്സൈറ്റിലൂടെ വോട്ടർമാർക്ക് തങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. അന്തിമ പട്ടികയുടെ പകർപ്പ് മണ്ഡലാടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കൈമാറും. ഈ പട്ടിക ഉപയോഗിച്ചാകും നിയമസഭാ തെരഞ്ഞെടുപ്പ്. 24.50 ലക്ഷം പേരെ വിവിധ ഘട്ടങ്ങളിൽ പുറത്താക്കി. SIR നടപടി ആരംഭിക്കുമ്പോൾ 2.5 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞ 2.25 ലക്ഷം പേരെ കരട് പട്ടികയിൽ നിന്നും തന്നെ ഒഴിവാക്കി. കൂടാതെ മരണപ്പെട്ടവരും വിദേശ പൗരത്വം സ്വീകരിച്ചവരും താമസം മാറിപ്പോയ 53,229 പേരെയും പുറത്താക്കി. എന്യൂമറേഷൻ ഘട്ടത്തിലും ഹിയറിംഗ് ഘട്ടത്തിലുമാണ് ഇവർ പുറത്തായത്. കരട് പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ 2002 പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ അവരുടെ രക്ഷിതാക്കളുടെയോ പേരോ ഇല്ലാതായവരായി 19 ലക്ഷം പേരുണ്ടായിരുന്നു. പേരിലെയോ വിലാസത്തിലെയോ പൊരുത്തക്കേട് മൂലം സംശയനിഴലായവർ 17 ലക്ഷം. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട 36 ലക്ഷം പേർ നോട്ടീസ് നൽകി ഹിയറിംഗിന് വിധേയമാക്കി. ഇതിൽ നിന്നും ഒഴിവായവരടക്കം 2.5 കോടിയായി SIR പട്ടിക ചുരുക്കി. എന്നാൽ പുതുതായി അപേക്ഷ നൽകി 15 ലക്ഷം പേർ കൂട്ടി പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് ആകെ വോട്ടർമാരുടെ എണ്ണം 2.25 കോടി. ഇനിയും പേര് ചേർക്കാം. SIR-നുള്ള അപേക്ഷാ നടപടി ജനുവരി 31 അവസാനിച്ചെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലിന് അപേക്ഷ സമർപ്പിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെയും പുതുതായി പേര് ചേർക്കാൻ അവസരമുണ്ട്. ഫെബ്രുവരി 16 വരെയുള്ള കണക്ക് പ്രകാരം 1.25 ലക്ഷം പുതിയ അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. പ്രവാസികളുടെ 74,201 അപേക്ഷകളും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമാണ് ഈ അപേക്ഷകളിൽ നടപടി സ്വീകരിക്കുക. ഇവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം സപ്ലിമെന്ററി ലിസ്റ്റാണ് ഉൾപ്പെടുത്തുക. കണ്ണൂർ ജില്ലയിൽ ആകെ 21,60,497 വോട്ടർമാർ. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുതുക്കൽ 2026 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് അന്തിമ വോട്ടർ പട്ടിക കൈമാറി. ജില്ലാ കളക്ടറും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും വോട്ടർ പട്ടിക ജില്ലയിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറി. ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലായി ആകെ 21,60,497 വോട്ടർമാർ നിലവിലുണ്ട്. കേരള നിയമസഭയിലേക്കുള്ള 2026 പൊതു തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ സ്വീകരിച്ച അവസാന തീയതി വരെ പൊതുജനങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേര് നൽകുന്നതിനും തെറ്റ് തിരുത്തുന്നതിനും നീക്കം ചെയ്യുന്നതിനുമുള്ള അവസരമുണ്ടായിരിക്കും. സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാൻ കടന്നപ്പള്ളിയിൽ യാഥാർത്ഥ്യമാകും. വടക്കൻ കേരളത്തിന്റെ സാനിറ്ററി മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി കടന്നപ്പള്ളി റീജിയണൽ സാനിറ്ററി വേസ്റ്റ് ഇൻസിനറേഷൻ പ്ലാൻ യാഥാർത്ഥ്യമാകുന്നു. ക്ലീൻ കേരള കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപിക്കുന്ന പ്ലാൻ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ സാനിറ്ററി മാലിന്യ സംസ്കരണത്തിനാണ് ഉപകരിക്കുക. ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ എന്നിവയുടെ ശാസ്ത്രീയ സംസ്കരണത്തിനാണ് പുതിയ പ്ലാന്റിലൂടെ പരിഹാരമാകുന്നത്. പ്രതിദിനം 20 ടൺ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ് ഈ പ്ലാൻ. അത്യാധുനികമായ ഇൻസിനറേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദമായ രീതിയിലാണ് മാലിന്യങ്ങൾ ഇല്ലാതാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനി നേരിട്ട് പ്ലാന്റിലെത്തിക്കും. കേരളത്തെ മാലിന്യമുക്തത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 4 റീജിയണൽ പ്ലാന്റുകളാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. കൊല്ലം, കണ്ണൂർ, എറണാകുളം, പാലക്കാട് എന്നീ ജില്ലകളിലാണ് ഈ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി ആന്തൂർ പോലീസ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പ്ലാന്റുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. എറണാകുളം പ്ലാന്റിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 20 നടക്കും.